ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ സേവനങ്ങൾ പുനരാരംഭിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് 3 ദിവസം പൂർത്തിയാകുമ്പോഴാണ് സുപ്രധാന നടപടി. 2025 ഡിസംബറിലാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ബംഗ്ലാദേശ് നിർത്തിവെച്ചത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇന്ത്യയുമായുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ ഇന്ത്യ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ കോൺസുലാർ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായത്. ഇന്ത്യാവിരുദ്ധ നിലപാടുകളുണ്ടായിരുന്ന നേതാവായിരുന്നു ഹാദി. ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങളുണ്ടായി. ഇത് കൂടുതൽ നയതന്ത്ര പിരിമുറുക്കങ്ങൾക്കും കാരണമായി. എന്നാൽ താരിഖ് റഹ്മാൻ അധികാരത്തിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഗുണകരമായ വഴിത്തിരിവ് ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരി 17-നാണ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. താരിഖ് റഹ്മാനെ കൂടാതെ 25 മന്ത്രിമാരും 24 സഹമന്ത്രിമാരും മന്ത്രിസഭയിലുണ്ട്. ബംഗ്ലാദേശ് പാർലമെന്റിലെ 297 സീറ്റുകളിൽ 209 സീറ്റുകൾ നേടിയാണ് BNP അധികാരത്തിലെത്തിയത്. പ്രവചനങ്ങളെല്ലാം മറികടന്ന വമ്പൻ വിജയമായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടേത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല. തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് മത്സരിച്ച ജമാഅത്തെ ഇസ്ലാമി മേധാവി ഷഫീഖുർ റഹ്മാൻ 85,131 വോട്ടുകൾ നേടി വിജയിച്ചു. അതേസമയം BNPയുടെ എതിർ സ്ഥാനാർത്ഥി നേടിയത് 63,517 വോട്ടുകളാണ്. രാജ്യത്തെ 299 പാർലമെന്റ് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ 2 പ്രധാന മുന്നണികളാണ് ഏറ്റുമുട്ടിയത്. 10 സഖ്യകക്ഷികളുടെ പിന്തുണയുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും 11 പാർട്ടികളുടെ കൂട്ടായ്മയായ ജമാഅത്തെ ഇസ്ലാമി മുന്നണിയും തമ്മിലായിരുന്നു മത്സരം. ഇതിൽ 2024-ൽ ഹസീന വിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ രൂപീകരിച്ച നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ പിന്തുണ നിർണായകമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുന്നണിയോടൊപ്പമാണ് പാർട്ടി നിന്നത്. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വിലക്കുണ്ടായിരുന്നു.